ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്ത് ഗുഡ് ന്യൂസാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു വ്യക്തി രണ്ട് പ്രശ്നങ്ങൾ കാരണം വിഷമിക്കുകയാണ്. പേഴ്സണൽ കാര്യവും പ്രൊഫഷണൽ കാര്യവും, ഈ രണ്ട് കാര്യവും ആലോചിച്ച് ഒരു വ്യക്തി വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായെങ്കിൽ എനിക്ക് എന്തൊക്കെ ലോസസ് ആണോ സംഭവിച്ചത് എൻ്റെ ലൈഫിൽ അതൊക്കെ എനിക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ച്, പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണേ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലോസസ് സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ മോശമായ രീതിയിൽ അങ്ങ് താഴേക്കിടെ പോയാണ് ലോസസ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലോസസിനെ എങ്ങനെയെങ്കിലും മാറ്റി ചേഞ്ച് കൊണ്ടുവരണമെന്നാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരു ടാർഗറ്റ് വച്ചിട്ടുണ്ട്. ഇതുവഴി പോയാൽ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. ആ ലക്ഷ്യത്തിലെത്തിയാൽ എൻ്റെ ഈ ലോസസ് എല്ലാം എനിക്ക് മാറ്റി നല്ല ഒരു സമൃദ്ധിയിലേക്ക് എനിക്ക് എത്താൻ പറ്റും എന്നുള്ള ആ ഒരു ടാർഗറ്റും നിങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് എനിക്ക് എന്തായാലും ഒരു ശ്രമം നടത്തിയേ പറ്റത്തുള്ളൂ, എനിക്ക് ഒരു ഗുഡ് ന്യൂസ് എൻ്റെ ലൈഫിൽ ഉണ്ടാകണം, അല്ലാതെ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ഇറങ്ങി പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലെ ഗുഡ് ന്യൂസ്. അതായത് നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും എല്ലാം എങ്ങനെയായാലും എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്തണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ശരീരവും മനസ്സും ഹൃദയവും എല്ലാം വരും. അത് തന്നെയാണ് ഗുഡ് ന്യൂസ്. നമ്മൾ അങ്ങനെ നമ്മുടെ ശരീരവും ഹൃദയവും മനസ്സും വന്നാൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുകയാണ്. ഇവിടെ നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്, അതായത് സിറ്റുവേഷൻ മാനേജ് ചെയ്യും. ഇവിടെ ഈ വരാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് കിട്ടും. ആ ഒരു ഗൈഡൻസ് കിട്ടുന്നതിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പ്രൊഫഷണൽ ലൈഫിലാണെങ്കിൽ നിങ്ങൾ കരിയറിന് വേണ്ടി ശ്രമിക്കുന്നു, കരിയർ ലഭിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിലേക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, അത് ശരിയാകുന്നില്ല. അങ്ങനെ ഇല്ല എങ്കിൽ കരിയറിൽ ഒത്തിരി പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് കരിയർ നേരെ ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലാണ് നിങ്ങളുള്ളത്. അതായത് പേഴ്സണൽ ലൈഫിൽ പ്രശ്നം കാരണം കരിയർ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കരിയറിൽ പ്രശ്നം കാരണം പേഴ്സണൽ ലൈഫ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ. ഇപ്പോൾ ചില ആൾക്കാർക്ക് ജോബ് കിട്ടിയെന്ന് വരെ ആയി, പക്ഷെ അടുത്തെത്തിയപ്പോൾ ജോബ് കിട്ടിയില്ല എന്നുള്ള അവസ്ഥ വരുന്നു. അപ്പോൾ ജോബിൻ്റെ അടുത്ത് വരെ എത്തി, പക്ഷേ വീണ്ടും നിങ്ങൾക്ക് പരാജയം കിട്ടുന്ന അവസ്ഥ അതുവരെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് ആരാണ് ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം, കാരണം അത്രമാത്രം അവർ വിഷമിക്കുന്നുണ്ട്. എനിക്കറിയാം, കാരണം ഒരു വ്യക്തി ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ലഭിച്ചു എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെയാണ് മനസ്സിലാകുന്നത് ആ ജോലി നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ ആ ഒരു വിഷമം അവർക്ക് വീണ്ടും ശ്രമിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്രമാത്രം അവർക്ക് വിഷമം നേരിട്ട അവസ്ഥകളുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളെ തകർത്ത ആ ബാഡ് ന്യൂസ് നിങ്ങളെ വീണ്ടും വിജയിപ്പിക്കാൻ പോവുകയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് വരാൻ പോകുന്ന സമയം. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്ത് ലോസസ് ഉണ്ടായാലും അതിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് വിട്ടുകളയുക. അത് നിങ്ങളുടെ ആ ഒരു മോശ സമയത്ത് സംഭവിച്ചതാണ് എന്ന് കളഞ്ഞ് ലെറ്റ് ഗോ ചെയ്യുക. എന്നിട്ട് വരാൻ പോകുന്ന ആ ഒരു ഗുഡ് ന്യൂസിനെ സ്വീകരിക്കുക. നിങ്ങളെ വിട്ട് പോയത് പോയി. ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മോശം അവസ്ഥയിലുള്ള കാര്യങ്ങളെ എങ്ങനെ നേരെയാക്കാം, അതിനെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ പേടിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു വിജയം ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പേടിക്കുന്നു. അതായത് വീണ്ടും എനിക്ക് മോശം അവസ്ഥയിലേക്കൂടെ പോകേണ്ടി വരുമോ, ആ വിജയം ആരെങ്കിലും കണ്ടുവച്ച് എനിക്ക് ആ വിജയം നഷ്ടപ്പെടുമോ, ആ ഒരു കാര്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അത് ആദ്യം മാറ്റുക. നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഒരേപോലെ ഇരിക്കണമെന്നില്ല. ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, ഒരു കാര്യത്തിൽ എത്താൻ വേണ്ടി എന്തുമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്ന് എല്ലാം ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇനി ചിന്തിക്കരുത്. നിങ്ങൾ പരാജയപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്, അത്രമാത്രം നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരായി പരാജയപ്പെട്ട് ജീവിച്ചവരാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ട് വന്നു, ജോലിയില്ല, ആൾക്കാരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു, എല്ലാം വന്നു. പക്ഷെ ഇനി നിങ്ങൾ ആ ഒരു ജീവിതത്തിൽ നിന്ന് മാറ്റം വന്ന് ഒരു വിജയത്തിൻ്റെ ജീവിതമാണ് ജീവിക്കാൻ പോകുന്നത്.
ഒരു നാണയത്തിന് 2 വശങ്ങളാണുള്ളത്. അതിൻ്റെ ഒരു വശം നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞു. അതായത് പരാജയത്തിൻ്റെ ആ ഒരു സംഘർഷങ്ങൾ നിറഞ്ഞ ആ ഒരു ജീവിതം ജീവിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ പോവേണ്ടത് വിജയത്തിൻ്റെ ആ ഒരു ജീവിതമാണ്. ആ ഒരു ജീവിതം നിങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ എന്തായാലും വിജയത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. നിങ്ങളത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വിജയത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾക്ക് ലൈഫിൽ പല സമയത്തും തോന്നിയിട്ടുണ്ട്, വയ്യ, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, ഇനി എനിക്ക് വയ്യ ശ്രമിക്കാൻ എന്ന് പറഞ്ഞുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് എല്ലാം നേരെയാക്കുന്നു. അതാണ് നിങ്ങൾ. ഇവിടെ പല ആൾക്കാരും ഗീവപ്പ് ചെയ്യാം എന്നുള്ള സ്ഥിതിയിലാണ് ഉള്ളത്. അതായത് എന്നെക്കൊണ്ട് വയ്യ എന്നുള്ള സ്ഥിതിയിലാണ് ഉള്ളത്. പക്ഷേ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് തോന്നിപ്പിക്കും, അതായത് ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാൻ, ചിലപ്പോൾ വിജയം കൈവരിക്കാൻ സാധിച്ചാലോ എന്ന്. അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യും, അതിൽ വിജയിക്കുകയും ചെയ്യും നിങ്ങൾ. ഇവിടെ ഒരു വ്യക്തിക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് വിഷമം, ബന്ധങ്ങൾ വിള്ളൽ വരുന്നത് കാരണം വിഷമം, അങ്ങനെ 2 പ്രശ്നങ്ങൾ ഇടയിലാണ് അവർ. കാരണം ഒരു വ്യക്തി എത്ര തന്നെ പിടിച്ചു നിൽക്കും, അതായത് പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല, പിടിച്ചു നിൽക്കാം. പക്ഷേ അവർ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് വരുന്ന വാക്കുകൾ, ആ വാക്കുകൾ കേൾക്കുമ്പോൾ അവരെ മനസ്സിലാക്കാതെ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോകും. ആ ഒരു അവസ്ഥയിൽ കൂടെയും ചില ആൾക്കാർ പോകുന്നുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെയാണ്, അവരുടെ വേദനകളെല്ലാം ഇങ്ങനെ ഉള്ളിൽ വയ്ക്കും, ആരോടും പറയത്തില്ല. കാരണം അവർ ആഗ്രഹിക്കുന്നത് എൻ്റെ വിഷമം വേറൊരാളും അറിയണ്ട, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് ചെയ്ത് കാണിക്കുക മറ്റുള്ളവരുടെ. അല്ലാതെ എൻ്റെ വിഷമം പറഞ്ഞിട്ടല്ല അവരോട് പറയാം. അതായത് എൻ്റെ ലൈഫിൽ ഇങ്ങനെയാണ് വിഷമം, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് എന്തിനാണ് എല്ലാവരെയും കൂടെ വിഷമിപ്പിക്കുന്നത്? അതിനെക്കാട്ടി ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കണം, മറ്റുള്ളവർക്കും തോന്നണം അവരെ അത് ചെയ്ത് കാണിച്ചല്ലോ എന്ന്. അങ്ങനെയുള്ള ആൾക്കാരും ഇതിലുണ്ട്. ഇവിടെ നിങ്ങളുടെ ആക്ഷനാണ് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ചായിരിക്കും, പക്ഷേ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ അത് മറ്റുള്ളവരുടെ ഇടയിൽ ചർച്ചാ വിഷയമാകുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി വളരെ ലോയലായിട്ടാണ് ഇരിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ആ ഒരു ജോലി, നിങ്ങളുടെ കർമ്മം എന്താണോ അതിലും നിങ്ങൾ വളരെ ലോയലായിട്ടാണ് കാണുന്നത്. ഹെൽത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ വളരെയധികം ലോയലാണ്. പക്ഷെ ചില സമയം നിങ്ങളുടെ ആ ഒരു ദേഷ്യം കാരണം നിങ്ങളുടെ എല്ലാ കൺട്രോളും പോകുന്നു. ആ സമയം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യമൊന്നും ചിന്തിക്കുന്നില്ല. ദേഷ്യം വരുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് ഉറച്ച് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുന്നില്ല, നിങ്ങളിങ്ങനെ ഉറച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും നമുക്ക് എനർജി എടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. പിന്നെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആരോഗ്യം മറന്ന് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ ഫസ്റ്റ് ഗുഡ് ന്യൂസ്, നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് എന്തോ ഒരു നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ്. ക്യാഷ് നിങ്ങൾക്ക് കിട്ടുവാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് എവിടെയാണ് ലോസസ് സംഭവിച്ചത് അവിടെയൊക്കെ ഒരു മാറ്റം ഉണ്ടായി നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കാൻ പോവുകയാണ്. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ ജോബ് അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ലഭിക്കും. ചില ആൾക്കാർക്ക് എവിടെയാണോ അവർ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ അവർക്ക് ജോലി ലഭിക്കത്തില്ല. ചിലപ്പോൾ ഷിഫ്റ്റ് ആവേണ്ടി വരും, വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആയി ജോലി ചെയ്യേണ്ട അവസ്ഥ വരും. ഇനി നിങ്ങൾ ഗവൺമെൻറ് ജോലിയിലാണ് ഉള്ളത് എങ്കിൽ ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നിങ്ങൾ വളരെയധികം അന്ധകാരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു അന്ധകാരമെല്ലാം മാറി വെളിച്ചത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസാണ്. അതായത് ആ ഒറ്റ ഗുഡ് ന്യൂസ് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും നല്ലതായിട്ട് വരും. ഇത് ഉണ്ടായതിനു ശേഷം നിങ്ങളുടെ ഫാമിലിയിലും പല കാര്യങ്ങളും മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫാമിലിയിൽ പ്രശ്നങ്ങളൊക്കെ പതുക്കെ മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മുന്നത്തെ പോലെ സന്തോഷവും കളിയും ചിരിയും അങ്ങനെയുള്ള ഒരു ഫാമിലി ഇല്ലെങ്കിലും ഒരു ശാന്തിപൂർവമായിട്ടുള്ള ഒരു ഫാമിലി അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫാമിലി ലൈഫ് നോക്കുകയാണെങ്കിൽ. ഫാമിലിയിൽ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഡിസ്റ്റൻസ് വന്നു. അതായത് നിങ്ങൾ അവരുമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്തോ ഒരു കാര്യം കാരണം നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് വന്നു. ആ ഒരു ഡിസ്റ്റൻസ് കാരണം ഇപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അവരോട് സംസാരിക്കാതിരിക്കണമെന്ന് നിങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ പുറത്തുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ ഒരു ഓർമ്മ വരുന്നു, ഞാൻ എന്തുമാത്രമാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, പക്ഷേ ഞാൻ പുറത്തുള്ളവരോട് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്.
നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ടൊരു റിക്കവറി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ബന്ധങ്ങളെല്ലാം പഴയതുപോലെ ആകണം, ആ വ്യക്തിയുടെ കൂടെ എനിക്ക് പഴയതുപോലെ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കാര്യത്തിന് പേടിയുണ്ട്. അപ്പോൾ ആ വരാൻ പോകുന്ന സമയം ആ ഒരു പേടി മാറിക്കിട്ടും. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം റിക്കവറി ഉണ്ടാകും. പിന്നെ കരിയർ റിലേറ്റഡ് ആയിട്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ട്രിഗർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ നല്ലത് വേണ്ടിയാണ് നിങ്ങൾ ട്രിഗർ അനുഭവിച്ചത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനൊരു ട്രിഗർ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ആരോ നിങ്ങളെ ചതിച്ചു, ആ ഒരു ട്രിഗർ നിങ്ങൾക്ക് അനുഭവിക്കുന്നതിനും അപ്പുറമായിരുന്നു. ഇല്ല എങ്കിൽ ഏതോ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഇവിടെ ആ ഒരു വ്യക്തി വളരെ വലുതായിട്ടാണ് നിങ്ങളെ ഹേർട്ട് ചെയ്തത്. ആ ഒരു ഹേർട്ട് കാരണം നിങ്ങൾ വളരെ കുറേ കാലമായിട്ട് ആ ഒരു ദുഃഖത്തിൽ തന്നെയായിരുന്നു. അതിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് സമയമെടുത്തു നിങ്ങൾക്ക്. അവിടെ നിങ്ങൾ തനിച്ചായിരുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഇല്ലായിരുന്നു ആ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തു വരുവാൻ. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന തോന്നൽ ഇതാണ്: എനിക്ക് ഇമോഷണലായിട്ട് ഫുൾഫില്ല് വേണം എൻ്റെ ലൈഫിൽ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഹാപ്പിനെസ് വേണം, നല്ലൊരു ലൈഫ് വേണം, കൂടാതെ എൻ്റെ മുറിവുകളെല്ലാം എനിക്ക് മറക്കാൻ സാധിക്കണം. ഇതാണ് നിങ്ങൾ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഉറപ്പായിട്ടും നടക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും എല്ലാം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആ മുറിവുകളെല്ലാം നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെഡിയായിട്ടിരിക്കുക. നിങ്ങൾക്കും അതേപോലൊരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിനെ പോലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ അത്രമാത്രം നിങ്ങൾ സന്തോഷം അടക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. അതായത് എനിക്ക് എപ്പോഴാണ് ആ ഒരു സന്തോഷം ലഭിക്കുക, എപ്പോഴാണ് എൻ്റെ ജീവിതം പൂർണ്ണമാകുക, ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ അത്രമാത്രം വെയിറ്റ് ചെയ്യാണ്. അങ്ങനെയുള്ള ആ ഒരു ഇതിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ്. ഉറപ്പായിട്ടും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ഗുഡ് ന്യൂസിൻ്റെ രൂപത്തിൽ ലഭിക്കുന്നതാണ്. റെഡിയായിട്ടിരിക്കുക. ഇവിടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും രണ്ട് ലൈഫിലും നിങ്ങൾക്ക് ഒരു ബാലൻസ് ഉണ്ടാവുന്നതാണ്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറയാഞ്ഞു. അത് നിങ്ങൾക്ക് ദേഷ്യത്തിനിടയായി. അത് കാരണം നിങ്ങൾ അവരുമായിട്ടൊരു ഡിസ്റ്റൻസ് വെച്ചു. അത് ചിലപ്പോൾ ഫാമിലിയിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആയിരിക്കാം. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ബുദ്ധി ഒന്ന് നേരെയാക്കണം. അവരിനി എന്നെക്കുറിച്ച് വളരെ മോശമൊന്നും ആരോടും പറയരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടക്കുന്നതാണ്. ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളോട് കാണിച്ചത് അത് നിങ്ങൾക്ക് ഒട്ടും മറക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം നേരെയാകണമെന്നാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും, ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട്. ഇവിടെ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഉണ്ടായിരിക്കുകയാണ് നിങ്ങളോട് കാണിച്ചത് ഓർത്ത്. അപ്പോൾ ഇവർ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരാനുള്ള സാധ്യതയുണ്ട് മാപ്പ് ചോദിക്കാൻ. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് നിങ്ങളോട് ഇവർ ചെയ്തത് ആലോചിച്ച്. നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഒരു മൂന്നാമത്തെ വ്യക്തിയുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും അറിയാമെന്നുള്ള. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇവരോട് പറഞ്ഞിട്ടുണ്ടാകും. അത് ആയിരിക്കാം ഇവർക്ക് ഗിൽറ്റ് തോന്നാൻ മെയിൻ കാരണം, നിങ്ങളോട് ചെയ്ത് തെറ്റായിപ്പോയി എന്ന്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ വാക്കുകൾ കാരണം ഇവർക്കിപ്പോൾ പശ്ചാത്താപം തോന്നുകയാണ് നിങ്ങളോട് ചെയ്തതോർത്ത്. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ സാഹസികരായി മാറേണ്ടതാണ്. നിങ്ങൾക്ക് വരുന്ന ആ ഒരു അവസരങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് സാഹസികരായി മാറി കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മാറ്റുക. ഇപ്പോഴും നിങ്ങൾക്ക് പേടിയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചും നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ആലോചിച്ചുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. ഒത്തിരി നെയിമും ഫ്രെയിമും നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങൾ സെൻട്രലിൽ വരും. എവിടെ പോയാലും നിങ്ങളായിരിക്കും സെൻട്രലിൽ വരുന്നത്. അതായത് ഒരാൾക്ക് ഇത്ര മാത്രമേ സീമിതമായിട്ട് ധനം കിട്ടാവൂ, അങ്ങനെ ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല. അതായത് സീമയ്ക്ക് പുറത്തുള്ള രീതിയിലുള്ള ധനവും നെയിമും ഫ്രെയിമും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം നിങ്ങൾക്ക് ഇത്രമാത്രം ധനവും നെയിമും ഫ്രെയിമും തരുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ മോശം സമയത്ത് നിങ്ങൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോയി. ആ ഒരു സാഹചര്യത്തിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കും. പക്ഷെ നിങ്ങൾ സ്റ്റക്കായിട്ടിരുന്നില്ല. ധൈര്യം സംഭരിച്ച് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് എന്തായാലും നല്ലൊരു കാലം വരുമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ കണ്ടതുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് ഇത്രമാത്രം ധനവും പേരും പ്രശസ്തിയും എല്ലാം തരാൻ പോകുന്നത്.
നിങ്ങൾ ആർക്ക് നേരെയാണ് ആ ഒരു ശ്രദ്ധാഭാവം വച്ചത്, ഏത് ദൈവത്തിൻ്റെ നേരെയാണോ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രദ്ധാഭാവം വച്ചത്, ആ ഒരു ദൈവത്തിൻ്റെ കടാക്ഷം നിങ്ങളുടെ മേൽ ഇപ്പോഴും ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ദുർഗാദേവി, ഭദ്രകാളി, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, ശിവഭഗവാൻ, ഗണപതി, ആരും ആയിക്കൊള്ളട്ടെ, നമ്മുടെ അള്ളാഹു, ഇല്ല എങ്കിൽ മാതാവ്, നമ്മുടെ യേശു ക്രിസ്തു, ആരായിക്കൊള്ളട്ടെ, ആരുടെ നേർക്കാണോ നിങ്ങൾ ആ ഒരു ആത്മാർത്ഥ ഭാവം വെച്ചത്, അവരുടെ ആ ഒരു കടാക്ഷം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഇവിടെ 5 തൊട്ട് 6 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. അതായത് ഈ ഒരു ഗുഡ് ന്യൂസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു സന്തോഷം ഫീലാകുന്നതാണ്. ഈ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഈ കാതിങ്ങനെ കൂർപ്പിച്ച് വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇത്രയും നാൾ, എനിക്ക് ആ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ സാധിക്കണേ എന്നുള്ള രീതിയിൽ. ചില ആൾക്കാർക്ക് കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ് ന്യൂസ് ആയിരിക്കാം, അതായത് കുട്ടികളുടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ് ന്യൂസ്, ഇല്ല എങ്കിൽ നിങ്ങളുടെ ആരോഗ്യം റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരോഗ്യം റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതാണ്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യമാണ്, അത് ഉറപ്പായിട്ടും നടക്കും. ഇവിടെ ചില ആൾക്കാരുടെ മാനിഫെസ്റ്റേഷൻ പവർ ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെയും കാട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങൾ അവരുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കാൻ സാധിക്കുന്നു. അതേപോലെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവറും കൂടുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ആകർഷിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു പൈസയുടെ ബുദ്ധിമുട്ടും എല്ലാം, ആവശ്യമില്ലാതെ പൈസ ചിലവാകുന്നു, സേവിങ് ഒന്നുമില്ല, അതൊക്കെ മാറുന്നതാണ്. ഇവിടെ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമം എന്താണോ, അത് 5 തൊട്ട് 6 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ആ ഒരു വിഷമം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ ടേൺ ആക്കുന്ന രീതിയിലുള്ള വളരെ ശുഭകരമായിട്ടൊരു പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ആ ഒരു സമയം നിങ്ങൾക്ക് തന്നെ തോന്നും ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട് എന്ന്. അത്രമാത്രം നിങ്ങൾ സന്തോഷിക്കുക ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിലും അത് പ്രൊട്ടക്ഷനോട് കൂടിയായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് റെഡും വൈറ്റും കോമ്പിനേഷൻ ഇടുന്നത് വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഇടുന്നത് ഈ ഒരു സമയം നല്ലതാണ് എന്നാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഇട്ടയ്ക്കുന്ന വസ്ത്രം പോലും അതായിരിക്കാം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ചില ആൾക്കാർ വൈറ്റ് നിറമായിരിക്കും യൂസ് ചെയ്യുന്നത്, ചില ആൾക്കാർ റെഡ് നിറമായിരിക്കും യൂസ് ചെയ്യാൻ ഇഷ്ടം. എന്തായാലും നിങ്ങൾ ചില ദൈവികമായിട്ടുള്ള ഊർജാസ് നിങ്ങളെ മുന്നേ തന്നെ നിങ്ങളോട് പറഞ്ഞു തരുന്നു, ഈ ഒരു വസ്ത്രം ധരിക്കൂ, ഇത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് ഒരു നിറം മാറി ചൂസ് ചെയ്യുന്നത്. ഇവിടെ വൈറ്റും യെല്ലോയും ഡ്രസ്സ് കോമ്പിനേഷൻ ഇടുന്നത് നല്ലതാണ്. ലക്ഷ്മിയുടെ ആ ഒരു ഇതിന് വേണ്ടിയാണ് ഞാൻ ആ ഒരു നിറം പറഞ്ഞത്. പിന്നെ ദേവിയുടെ ആ ഒരു റൂട്ട് ചക്രയാണ് റെഡും വൈറ്റും കോമ്പിനേഷൻ നല്ലതാണ്. വൈറ്റ് എന്ന് പറയുന്നത് ശാന്തിയുടെ ആ ഒരു നിറമാണ്. അപ്പോൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കും പോലെ പല ചേഞ്ചസും നിങ്ങളുടെ ലൈഫിൽ വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.